പാലക്കാട് കഞ്ചിക്കോട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാനുള്ള തീരുമാനത്തിനെതിരെ മന്ത്രിസഭായോഗത്തിൽ പ്രതിഷേധങ്ങളൊന്നും ഉയർന്നു വന്നിരുന്നില്ല. എന്നാൽ അതല്ല ഇപ്പോൾ അവസ്ഥ. LDFിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികളും കടുത്ത എതിർപ്പാണ് മദ്യനിർമ്മാണശാലയ്ക്കെതിരെ ഉയർത്തുന്നത്. പദ്ധതിക്കെതിരെ മന്ത്രിസഭായോഗത്തിൽ എതിർപ്പറിയിക്കാത്ത കൃഷ്ണൻകുട്ടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് JDSന്റെ ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന അധ്യക്ഷന് കത്ത് നൽകി. കോളാവിരുദ്ധ സമരം ചെയ്ത JDS എങ്ങനെ ജലചൂഷണത്തിന് കൂട്ടുനിൽക്കുമെന്ന ചോദ്യമാണ് ജില്ലാ പ്രസിഡന്റുമാർ കത്തിലൂടെ ഉയർത്തിയിരിക്കുന്നത്. സംസ്ഥാന നേതൃയോഗം കത്ത് ചർച്ച ചെയ്യും. എന്നാൽ പദ്ധതിയെ പിന്തുണച്ച് മന്ത്രി K കൃഷ്ണൻകുട്ടി രംഗത്ത് വന്നു. ഭൂഗർഭജലം എടുക്കില്ലെന്ന് മന്ത്രിയുടെ ഉറപ്പ്. ഭൂഗർഭജലം എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് തീരുമാനിച്ചല്ലോ. വ്യവസായം ഇവിടെ വരണ്ടേ എന്നുള്ള നിലയ്ക്കാണ് വ്യവസായ വകുപ്പിൻ്റെയും തദ്ദേശഭരണ വകുപ്പിൻ്റെയും ആവശ്യം. ഇതിനിടയിലാണ് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPIയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത്. പാലക്കാട് ഭൂഗർഭജലത്തിന്റെ അളവ് കുത്തനെ കുറയുന്നതായി നിരവധി പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ CPI ദേശീയ കൗൺസിൽ അംഗം സത്യം മുഖേരി പറയുന്നുണ്ട്. പാലക്കാട്ടെ നെൽവയലുകൾ വരണ്ടുടങ്ങി മരുഭൂമിയാകുന്ന ഗുരുതരമായ ഭീഷണി നേരിടുകയാണ്. മദ്യമാണോ നെല്ലാണോ പാലക്കാട് നെൽവയലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന ചോദ്യമാണ് CPIയുടേതായി സത്യൻ മുഖേരി മുന്നോട്ട് വെക്കുന്നത്. മഴവെള്ള സംഭരണിയിലൂടെ മദ്യനിർമ്മാണശാലയ്ക്ക് ആവശ്യമായ വെള്ളം കണ്ടെത്തുമെന്ന CPI സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടിനെയും ലേഖനത്തിൽ സത്യൻ മുഖേരി തള്ളിക്കളയുന്നു. മഴവെള്ളം സംഭരിക്കാനായി വലിയ സംഭരണികൾ തുടങ്ങിയെങ്കിലും മഴ ആവശ്യത്തിന് ലഭിക്കാത്തതിനാൽ ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നില്ലെന്നാണ് സത്യൻ മുഖേരി പറയുന്നത്. കർണാടക ലോബിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് പ്രതിഷേധമുയർത്തുന്നതെന്ന പ്രതിരോധവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്ന വാക്കുകൾ ആവർത്തിച്ചു. ഒരു മദ്യനയവും മാറ്റിയിട്ടില്ല. കൃത്യമായ മദ്യനയം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ മദ്യനയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കർണാടകത്തിന് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടല്ലോ. പിരിറ്റി ലോബിക്ക് വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമല്ലേ. ഞങ്ങളല്ല, മനസ്സിലായോ, ആരാന്നും ഞാൻ പറയണ്ടല്ലോ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടുത്ത LDF യോഗത്തിന് മുന്നോടിയായി CPM CPI സെക്രട്ടറി തല ചർച്ച ഉണ്ടാകുമെന്നാണ് വിവരം. മീഡിയ 1 തിരുവനന്തപുരം.